പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു പാഠം പഠിപ്പിക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇറങ്ങിയിരിക്കുന്നത്. പുള്ളി രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു. വളരെ വ്യക്തമായും ശക്തമായും പറയുന്നു എന്നതുപോലെ ഇന്നലെ ചില ആരോപണങ്ങളൊക്കെ പുള്ളി ഉയർത്തിയിട്ടുണ്ട്. അതായത് പുതിയ ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചതിൽ വളരെയധികം കോപാകുലനും അതുപോലെ തന്നെ പ്രതിഷേധവും പ്രതികാരവും ഒക്കെ ആയിട്ടാണ് രാഹുൽ ഗാന്ധി നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സുപ്രീം കോടതി തീരുമാനത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ സുപ്രീം കോടതി ജസ്റ്റിസിനും അപ്പുറത്തേക്കാണ് അദ്ദേഹത്തിന്റെ അധികാരം എന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇതെന്ത് ന്യായമാണ്, ഇതെന്ത് രീതിയാണ്? അർദ്ധരാത്രിയാണ് അദ്ദേഹത്തെ ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന പുതിയ ഇലക്ഷൻ കമ്മീഷണറെ നിയമിച്ചത്. ഇത് വലിയ വിധത്തിലുള്ള അട്ടിമറിക്കാണ് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തർത്ഥത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ന്യായീകരണങ്ങളൊന്നും പറയാനുമില്ല. ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും ഒരു തരത്തിൽ എന്താണ് മോദിയുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണോ ജ്ഞാനേഷ് കുമാറിനെ ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ചത്? അതെനിക്കറിയത്തില്ല. പക്ഷെ ഇയാൾ പറയുന്നതിനകത്തെങ്കിലും ഒരു കാര്യമില്ല, ഇയാളെ കൊണ്ടൊരു കാര്യമില്ല എന്നുള്ള കാര്യം ഏകദേശം ഇന്ത്യയിലുടനീളമുള്ള ആൾക്കാർക്ക്, കോൺഗ്രസിനകത്തുള്ള ആൾക്കാർക്ക്, അത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. എന്റെ പൊന്നു പ്രതാപ, ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാ. ഇയാള് സിസ്റ്റത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയാൻ നമ്മുടെ മുമ്പ് നേരത്തെ വന്നായിരുന്നു. ഞാൻ ജനിച്ചപ്പോ കണ്ടത് പ്രധാനമന്ത്രി, ഞാൻ കിടന്നുറങ്ങിയത് പ്രധാനമന്ത്രി മടി, എന്റെ അച്ഛൻ പ്രധാനമന്ത്രി, എന്റെ അമ്മൂമ്മ പ്രധാനമന്ത്രി, അമ്മൂമ്മയുടെ അച്ഛൻ പ്രധാനമന്ത്രി. സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എനിക്കും പ്രധാനമന്ത്രി ആവണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവരൊക്കെ പ്രധാനമന്ത്രി ആയതുപോലെ പ്രധാനമന്ത്രി ആയ ആളൊന്നും അല്ല നരേന്ദ്രമോദി. ചായ വിറ്റ് ആ ജനം എന്തുവാണെന്ന് അറിഞ്ഞ് ജനത്തിന്റെ ഇടയ്ക്കൂടെ വന്ന് പ്രധാനമന്ത്രി ആയ അയാളുടെ മുമ്പിൽ ചെന്ന് ചുമ്മാ അതില്ലേ ഗോഷ്ടിയൊക്കെ കാണിച്ചുകൊണ്ട് എന്താ യാതൊരു കാര്യമില്ല. ഈ പറയുന്ന പോലെ എന്നിട്ടും എത്ര മര്യാദയുള്ള ഒരാളാണെന്നറിയാം ഈ പറയുന്ന ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അയാളെ അദ്ദേഹത്തിന്റെ എത്തിക്സിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ജനാധിപത്യ സംവിധാനത്തെ ഒരു രീതിയിലും ആ സംവിധാനത്തിൽ കൂടി അല്ലാതെ ഒരു കാര്യവും അദ്ദേഹം ചെയ്യുന്നില്ല. ജനാധിപത്യ സംവിധാനത്തിൽ കൂടി നേരത്തെ സുപ്രീം കോടതിക്ക് ഒരു സോക്കേട് ഉണ്ടല്ലോ, ഞങ്ങളാന്നല്ല മൊത്തത്തിൽ വലുത്. പ്രധാനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. കോടതിയാ അവരെല്ലാം തീരുമാനിക്കും. നാളെ കാലത്ത് ഇവിടെ പ്രധാനമന്ത്രി ആരാവണം, വേണമെങ്കിൽ ഈ പറയുന്ന പ്രസിഡന്റ് ആരാവണം, ബാക്കിയുള്ള കാര്യങ്ങൾ ആരാവണം എന്നൊക്കെ തീരുമാനിക്കുന്ന രീതിയിൽ കോടതിയിലെ ചില ചീഫ് ജസ്റ്റിസുമാരും അല്ലെങ്കിൽ കോടതിയുടെ അധികാരികളൊക്കെ വിചാരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിയാൽ തെറ്റൊന്നും പറയാനൊക്കെ. അതിന്റെ ഭാഗമായിട്ടാണ് ഇടയ്ക്ക് വെച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിന്റെ അധികാരിയെ തീരുമാനിക്കുന്നതിനകത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ നിന്ന് തന്നെ ഒരു കിത്താപ്പ് അങ്ങെടുത്തു കൊടുത്തു. ആ കിത്താപ്പ് മറികടക്കുന്നതിന് വേണ്ടി നമ്മുടെ പാർലമെന്റിൽ ബില്ല് പാർലമെന്റിൽ ബില്ല് പാസ്സാക്കൽ കോടതിക്ക് മേളില്ല. കാരണം ജനകീയ നിയമസഭയും പാർലമെന്റും ഒക്കെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിയമനിർമ്മാണ സഭയാ. ജനങ്ങൾക്കോട് തെരഞ്ഞെടുക്കുന്ന ആൾക്കാർ കൂടിയിരുന്ന് നിർമ്മിക്കുന്ന അവര് നിയമം നിർമ്മിക്കാൻ വേണ്ടി ആയി സഭ. അവ തീരുമാനിച്ചു, അതിനകത്ത് ഇല്ല. അപ്പൊ അതിനകത്ത് 3 പേരെ തീരുമാനിച്ചു. ഒന്ന് പ്രതിപക്ഷ നേതാവാ, ഭാഗ്യദോഷം കൊണ്ട് ഇയാളാ പ്രതിപക്ഷ നേതാവ്, ഈ പപ്പു. അപ്പം രണ്ടാമത് പ്രധാനമന്ത്രി, മൂന്നാമത് ഒരു കേന്ദ്രമന്ത്രിയെ തീരുമാനിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം അയാള് ഒഴിവാവുകയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ മേധാവി ഒഴിവാവുകയാണ്. ആ ഒഴിവാവുന്ന ആ ഭാഗത്ത് അടുത്ത ആളിനെ തീരുമാനിക്കാൻ ഈ 3 അംഗ സമിതിയെ വിളിക്കുന്നു. അവിടെ ചെന്നിരുന്നിട്ട് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പോസ്റ്റ് ഇദ്ദേഹത്തിന്റെ വിചാരം എന്ന് പറഞ്ഞാൽ എന്ത് ഭരണപക്ഷം പറഞ്ഞാലും അതിനെ എതിർക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്ന പുള്ളിയുടെ പോസ്റ്റ്. അപ്പൊ അവര് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ ഇന്നാളുടെ പേര് പേര് ഞാൻ ഓർക്കുന്നില്ല, പുതിയ ആളിനെ ജ്ഞാനേഷ് കുമാർ തീരുമാനിക്കുന്നു. അപ്പൊ ജ്ഞാനേഷ് കുമാർ തീരുമാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒക്കത്തില്ല. അപ്പൊ ആരെ പറഞ്ഞാലും പുള്ളി പറയുമായിരുന്നു ഒക്കത്തില്ല. അപ്പൊ സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ടല്ലോ, ആ കേസ് തീരട്ടെ, ആ കേസ് മറ്റന്നാളല്ലേ പരിഗണിക്കും. എന്റെ പൊന്നു ഭാരതം നാളെ കാലത്തെ കല്യാണം കഴിക്കണ്ടെന്ന് പോലും എനിക്ക് കോടതി കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. പാർത്തിന് കല്യാണം കഴിക്കാൻ കോടതി അത് പരിശോധിച്ചതിന് ശേഷം ചിലപ്പോൾ തള്ളും, ചിലപ്പോ പാർത്തിന് കല്യാണം കഴിക്കാൻ ഒക്കത്തില്ല ഒന്ന് പ്രശാന്ത് ചോദിച്ചെന്ന് പരിശോധിച്ചാലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുപോകാം. എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒക്കെ നിയമം നമുക്ക് അറിയത്തില്ലേ, കർഷക ബില്ല് വന്നപ്പോ കോടതിയിൽ ആൾക്കാർ പോയിട്ടുണ്ട്, ഈ പറഞ്ഞ നമ്മുടെ പൗരത്വ നിയമ ബില്ല് വന്നപ്പോ പോയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതിനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒക്കെ അതുകൊണ്ട്. അതുപോലെ തന്നെ ഇത് വന്നപ്പോൾ ഇവരുടെ പപ്പുവിന്റെ ഭാഗമായിട്ട് നിന്ന ആൾക്കാരെ കോടതി കൊണ്ടുവന്ന് റിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ കോടതിയുടെ റിട്ട് തീരുന്നിടം വരെ ഇവിടെ ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കാതിരിക്കാൻ ഒക്കത്തില്ല. മാത്രമല്ല അതിനെ മറികടക്കുന്ന ബില്ലും പാസ്സായി. ആ ബില്ലിനെതിരെയല്ലേ അതൊന്നും കോടതി പോലും നിൽക്കത്തില്ല. കോടതിക്ക് അതിന് തീരുമാനം പറയാനൊക്കത്തില്ല. ലോക്സഭയുടെ തീരുമാനത്തിന് അപ്പുറത്തേക്ക് കോടതിക്ക് വലിയ തീരുമാനമൊന്നും പറയാനൊക്കത്തില്ല. അപ്പം ആ രീതിയിലേക്ക് ഇരിക്കുന്ന ഒരു കേസിന്റെ ഭാഗമാ പുള്ളി പറഞ്ഞു. പുള്ളി ഇന്നലെ പറയുന്നത് കേട്ട് കഴിഞ്ഞാല് സുപ്രീം കോടതിയെ മറികടന്ന് നരേന്ദ്രമോദിയുടെ അമ്മാവന്റെ മോനെ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പരമാധികാരിയാക്കി, അതുകൊണ്ടാണ് ഇവിടെ ഇലക്ഷന്
കഴിഞ്ഞ ഇതുവരെയുള്ള കാലത്ത് BJP ജയിച്ചുകൊണ്ടിരിക്കുന്ന നാളെ കാലത്തെ പൂർണ്ണ അർത്ഥത്തിൽ ഈ ഇവിടെ മൊത്തം അട്ടിമറിച്ച് ജനാധിപത്യ സംവിധാനം അട്ടിമറിച്ച് ഇലക്ഷൻ അല്ലെങ്കിൽ BJPക്ക് വരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തീരുമാനം എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലാണല്ലോ പുള്ളിയുടെ ഒരു പ്രസംഗം. എന്റെ പൊന്ന് രാഹുൽ ഗാന്ധി, പ്രധാനം അറിയാം, ഞങ്ങളുടെ ഇവിടെ പണ്ട് ഈ പറഞ്ഞ രാഘവൻ എന്ന് പറഞ്ഞ ഒരാളാണ്, ഇതുപോലെ പ്രായമുള്ള ആളാ, പറയാൻ ചെന്നവർക്ക്. പുള്ളി ഈ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പം പുള്ളി ഈ കിളയ്ക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ അറിയാമല്ലോ കൂന്താലി വെച്ച് കിളയ്ക്കുന്ന ആളാ. അപ്പൊ പുള്ളി കിളയ്ക്കുന്ന സമയത്ത് കീഴ്വായു പോയി. ഇപ്പൊ ചാനലിനകത്തോണ്ട് അങ്ങനെ പറയാനൊക്കെ കീഴ്വായു പോകും. ഓരോ കിള കിളയ്ക്കുമ്പോഴും കീഴ്വായു പോകും. പുള്ളിയടുത്ത് ഈ മുതലാളി എന്ന് ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ കിളയ്ക്കുമ്പോൾ കീഴ്വായു പോകും. അത് എന്റെ പ്രശ്നമല്ല ഈ അല്ലെങ്കിൽ മുതലാളി, ഇത് കൂന്താലിക്കയുടെ പ്രശ്നമാണ്. അപ്പൊ ഈ പപ്പു വിചാരിക്കുന്നത് പപ്പു ജയിക്കാത്തത് പപ്പുവിന്റെ കുഴപ്പം കൊണ്ടല്ല, ഈ പറയുന്നത് പോലെ ഇതുപോലുള്ള ചില സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ നമുക്ക് പറയാം, നമുക്കറിയാവുന്ന ഭാഷയിൽ പറയാം, എന്റെ പൊന്ന് രാഹുൽ ഗാന്ധി, സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പുറേ കൈകൊട്ടി ടീഷർട്ട് ഇട്ടിട്ട് ഈ വട്ടം നിൽക്കുന്ന ആൾക്കാർ ഇയാൾ വലിയ പ്രബുദ്ധനാന്ന് പറയുന്നത് കൊണ്ടോ എന്ന് ഇലക്ഷന് ജയിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭരണപക്ഷത്തിരിക്കുന്നത് BJP-യാ, അതിന് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദിയാ, അതിന്റെ താഴെ നിൽക്കുന്നത് അമിത്ഷായാ, അതിന്റെ കീഴിൽ നിൽക്കുന്ന യോഗി ആദിത്യനാഥാ. അല്ലെങ്കിൽ അങ്ങനെ ഓരോ ആൾക്കാരും പ്രബലന്മാരുള്ള ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഇലക്ഷന് ജയിക്കണമെങ്കിൽ നിങ്ങൾ അതിനപ്പുറം പ്രവർത്തിച്ചാലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. ജമിക്ക് കാണിച്ച് ജയിക്കുന്ന കാലമൊക്കെ പോയി. മാത്രവുമല്ല, ഇപ്പൊ പറ്റിക്കൽ പ്രസ്ഥാനം നടക്കത്തില്ല. നിങ്ങൾ 60 കൊല്ലം ഭരിച്ചതും ഇവിടുത്തെ ആൾക്കാരെ പറ്റിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ 60 കൊല്ലം ഭരിച്ചപ്പോഴും ഇവിടുത്തെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്ന രീതിയിൽ ഇട്ടുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഇന്ത്യയെ ഭരിച്ച ആൾക്കാർ. കാരണം പറ്റിക്കാൻ പറ്റണമെങ്കിൽ അവൻ അറിവില്ലാത്തവനാവും. അറിവില്ലാത്തവനെ സൃഷ്ടിക്കണമെങ്കിൽ പട്ടിണിക്കാർ കൂടുതലുണ്ടാവണം. അപ്പം എന്നിട്ട് പട്ടിണി മാറേണ്ട മുദ്രാവാക്യം അമ്മൂമ്മ വിളിച്ചു കൊടുത്തു, അതിനുശേഷം അവരുടെ അച്ഛൻ വിളിച്ചു കൊടുത്തു, ഇപ്പൊ ഇയാളും വിളിക്കുന്നുണ്ട്. അയ്യോ പട്ടിണി മാറണം മാറണമെങ്കിൽ പണി ചെയ്യണം. മനസ്സിലായില്ലേ? പട്ടിണി മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ അല്ല വല്ലവന്റെയും അമേരിക്കയുടെയും അല്ലെങ്കിൽ വേറെ പാകിസ്ഥാന്റെയും ചൈനയുടെ അച്ചാരം മേടിച്ചുകൊണ്ട് അവന്റെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയെ നശിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പരമാധികാരത്തിൽ കയറിയിരുന്നാൽ നടക്കത്തില്ല. അപ്പൊ ഇപ്പൊ അതൊക്കെ മനസ്സിലാക്കി അങ്ങനെയുള്ളവന്മാരെ ഇതിനകത്തു നിന്നും പുറത്താക്കാൻ ഈ ഭരണാധികാരികളും തയ്യാറാണ്, ജനവും ബോധം വെച്ചു തുടങ്ങി. അതുകൊണ്ട് പപ്പുവിന്റെ ഈ മാതിരി ജിമ്മുക്കൊന്നും നടക്കത്തില്ല. ഒരു കാര്യം ചെയ്യും പപ്പു, ഒരു കാര്യം ചെയ്യും പപ്പു, പണി നിർത്തിയിട്ട് നാളെ കാലത്തെ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവാൻ പറ്റുമെന്നൊന്നും നോക്കാം. അതായിരിക്കും നന്നാവുന്നത്. കാരണം കോൺഗ്രസിനകത്തെ പണി നടക്കത്തില്ല. ഇയാൾ ഈ പറയുന്ന ആളിന്റെ അമ്മൂമ്മ ചെയ്ത കാര്യമൊക്കെ പ്രധാനം അറിയാവോ? കോടതിയിലെ ജസ്റ്റിസുകളെ അവരുടെ താല്പര്യം അനുസരിച്ചാണ് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അറിയാവോ? അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ്സാ. എല്ലാ സിസ്റ്റവും അവർക്ക് മാത്രം പ്രാപ്തമാകുന്ന രീതിയിൽ ജനാധിപത്യ സംവിധാനത്തെ മൊത്തം ഇല്ലായ്മ ചെയ്ത് ഭരിച്ചുകൊണ്ട് വന്ന ഒരു കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ന് എന്ത് ചെയ്താലും അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത് അന്ന് അറിയാൻ വയ്യായിരുന്നു. പാപത്വങ്ങളായിരുന്നു, ചർച്ച ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവരില്ലായിരുന്നു. അറിയാമോ? അപ്പൊ ഇപ്പം ഇതെല്ലാം ചർച്ചയിൽ വരുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഗിമുക്കൊന്നും നടക്കത്തില്ല. കള്ളപ്രചരണങ്ങൾ കയ്യാമം വെച്ച് കൊണ്ടുവരുന്നു, കയ്യാമം വെച്ച് കൊണ്ടുവരേണ്ടവനെയാ കൊണ്ടുവരുന്നെന്ന് പറയും. അല്ലെങ്കിൽ അത് ഇവിടുത്തെ ബംഗ്ലാദേശികളെ പിടിക്കും, പാവത്തുങ്ങൾ അല്ല, അവൻ പാവത്തുങ്ങളല്ല, അവന് കൃത്യമായിട്ട് ഇവിടെ കയറി വന്നതാണ് ഇന്ത്യയുടെ ഈ സംവിധാനം നശിപ്പിക്കാൻ എന്ന രീതിയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വെളിയിൽ വരുന്നു. പഴയതുപോലെ കള്ളത്തരം പറഞ്ഞ് ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റുകൊടുത്ത് മുന്നോട്ട് പോയി പറ്റിച്ചു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം 2024 ഈ കൊച്ചാട്ടന്മാർ ഇച്ചിരി കാശുമൊക്കെ മേടിച്ച് ഈ എന്താ സോറോസോ അവന്റെ ഇയാടെ അപ്പൂപ്പനാ ഇവന്റെ അപ്പൂപ്പനാ ഈ പപ്പുന്റെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ പപ്പുവിന്റെ അപ്പൂപ്പൻ കാശ് കൊടുത്ത് പപ്പുവിന്റെ അപ്പൂപ്പൻ പറഞ്ഞ് ഞാൻ മറിച്ച് തരാം മോനെ, കൊച്ചുമോനെ നിന്നെ പ്രധാനമന്ത്രിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നു. അപ്പൊ പപ്പുവിന്റെ അപ്പൂപ്പന്റെ കാശ് മേടിച്ച് നാട്ടുകാർക്ക് കൊടുത്തു, ചാനലുകാർക്ക് കൊടുത്തു, യൂട്യൂബുകാർക്ക് കൊടുത്തു, കൊള്ളവർക്കെല്ലാം കൊടുത്തു. ഈ പപ്പുവിന്റെ അപ്പൂപ്പനെ വിറ്റ കാശ് നരേന്ദ്രമോദിയുടെ കയ്യിലുണ്ടെന്ന് ഈ പപ്പുവിന് അറിയത്തില്ല. നരേന്ദ്രമോദി ഇതൊക്കെ മനസ്സിലാക്കി വെല്ല നീ വീണ്ടും അധികാരത്തിൽ വന്നു. പപ്പുവിന്റെയും പൂട പറിക്കും, പപ്പുവിന്റെ അപ്പൂപ്പന്റെയും പൂട പറിക്കും, എല്ലാവന്റെയും പൂട പറിക്കും. ഇനിയും കഞ്ഞി കുടിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇന്ത്യ മഹാരാജ്യത്തെ അട്ടിമറിക്കാൻ കിട്ടുന്ന കാശും കിട്ടുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യുക, ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയ എന്റെ പൊന്ന് രാഹുൽ ഗാന്ധി മെനഞ്ഞാന്ന് തീരുമാനമെടുത്തു. പിന്നെ രാത്രി തീരുമാനമെടുത്തത്, എന്റെ പൊന്ന് രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് പണിയില്ല, അദ്ദേഹത്തിന് പണിയുണ്ട്. ഓരോ നിമിഷവും പ്രശ്നങ്ങൾ. അപ്പൊ ഏതെങ്കിലും ഒരു സമയം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്നേരം രാത്രിയിലായിരിക്കും പുള്ളി പല പരിപാടികൾ കഴിഞ്ഞ് അങ്ങോട്ട് വന്നേ.
രാത്രിയിൽ വിളിച്ചിട്ട് കമ്മിറ്റി കൂടി തീരുമാനം എടുക്കുന്നു. രാത്രികളോ പോലെ, കാരണം 3 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഇയാളുടെ കൊണ്ട് കൈയും 2 കൈയും കൂടെ ചുട്ടി വെച്ചിട്ട് തുടക്കരെ കാലും വെച്ച് കൈയും വെച്ച് കിടന്ന് ഉറങ്ങുന്ന ആളല്ല. അല്ലെങ്കിൽ എന്ത് പട്ടാല ഇവനും കണ്ട പോവല്ലോ ഇടയ്ക്കിടയ്ക്ക്, അവിടെ പോയിട്ട് വരുന്ന ആളൊന്നുമല്ല. പണി ചെയ്യുന്ന ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ടാണ് രാത്രി തീരുമാനിച്ചത്. നിങ്ങളെ അവിടെ ഇരുത്തിയല്ലേ ആള്, അവിടെ ഇരുത്തി ഇയാൾ ഇറങ്ങിപ്പോകാനൊക്കെ തുടങ്ങി. അന്നേരം പറഞ്ഞാൽ അവിടെ ഇരിക്ക്, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് മിനിച്ച് രേഖപ്പെടുത്തും. അതായത് നിങ്ങൾ ആലോചിച്ചാണ്, ഇവനെ ഇരുത്തി തീരുമാനം എടുത്തു. എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പോയവനെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് ആദ്യമായിട്ട് അവസാനം ഇരുത്തി തീരുമാനമെടുത്തിട്ട് ആ മോദി വിട്ടത്. മനസ്സിലായില്ല? അപ്പൊ സങ്കടപ്പെടണ്ട, മോദി തീരുമാനം എടുക്കും, അതിനുള്ള അധികാരമുണ്ട്, ആ തീരുമാനം കൃത്യമായിരിക്കും. ഇത്രയൊക്കെ ഇളവ് അയാളായതുകൊണ്ടാണ് കിട്ടുന്നത്. നിങ്ങൾ ഈ ഇളവുകളൊന്നും ഈ രാജ്യത്തെ ഒരു പ്രതിപക്ഷത്തിനും നിങ്ങളുടെ അമ്മൂമ്മയും നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അമ്മൂമ്മയുടെ അച്ഛനും അനുവദിച്ചിട്ടില്ല. അത് മനസ്സിലാക്കി കൊണ്ടുപോകും. തീർച്ചയായിട്ടും സർ. എന്തായാലും ഈ അമിതമായിട്ട് നരേന്ദ്രമോദിയോടുള്ള വിരോധം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ എന്തെങ്കിലും പറഞ്ഞ് വിമർശിച്ചാൽ മതി എന്ന തലത്തിലേക്കാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തരം താഴുന്നത് എന്ന് പറയുമ്പോൾ തന്നെ, അതായത് യാതൊരു കഴിവുമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വരുമ്പോൾ, അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടിടത്തു നിന്നും ഞാൻ അങ്ങനെ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ എനിക്ക്, ഇന്ത്യ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. അദ്ദേഹം മാറുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.